ദായിമാക്കേണ്ടുന്ന സ്ഥിരമായി കൊണ്ടു നടക്കേണ്ടുന്ന ദിക്റുകളാണ് നിസ്കാരത്തിന്റെ പിറകെ. അതേപോലെ തന്നെ അതിന്റെ ശേഷം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ടായിരുന്നത് അവിടുന്ന് തസ്ബീഹുകൾ വർദ്ധിപ്പിക്കാറുണ്ട്, തഹ്മീദുകൾ വർദ്ധിപ്പിക്കാറുണ്ട്, തക്ബീറുകൾ ചൊല്ലാറുണ്ട്. അതിന്റെ ഗുണത്തെ സംബന്ധിച്ച് ധാരാളം ഹദീസുകളിൽ നമുക്ക് കാണാം. അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് അതാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. എന്താണ് അവിടുന്ന് പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? മൻ സബ്ബഹല്ലാഹ ഫീ ദുബുരി കുല്ലി സ്വലാത്തിൻ 33 വഹമിദല്ലാഹ 33 വകബ്ബറല്ലാഹ 33 فتلك 99 وقال تمام 100 لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. ഇങ്ങനെ ഒരാൾ തസ്ബീഹ് അല്ലാഹുവിനെ എല്ലാ നിസ്കാരത്തിന്റെയും പിറകെ അല്ലാഹുവിനെ ഫീ ദുബുരി കുല്ലി സ്വലാത്തിൻ 33 തവണ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ, വഹമിദല്ലാഹ 33 തവണ അൽഹംദുലില്ലാഹ് എന്നും പറഞ്ഞാൽ, വകബ്ബറല്ലാഹ 33 തവണ അല്ലാഹു അക്ബർ എന്നും പറഞ്ഞാൽ, അങ്ങനെ ഫതിൽക 99 അങ്ങനെ ഇപ്പോൾ എണ്ണം 99 മാറി. വഖാല തമാമൽ 100 പൂർത്തിയാക്കുവാനായിക്കൊണ്ട് അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്നുകൂടി അവൻ പറഞ്ഞാൽ, ഗുഫിറത് ഖതായാഹു വഇൻ കാനത് മിസ്ല സബദിൽ ബഹരി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പുണ്യം പറയുന്നു. ഗുഫിറത് ഖതായാഹു, അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്, അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. വഇൻ കാനത് മിസ്ല സബദിൽ ബഹരി, അത് സമുദ്രത്തിലെ നുരയോളവും പതയോളവും ഉണ്ടെങ്കിലും, സമുദ്രത്തിലെ നുരയോളവും പതയോളവും ഉണ്ടെങ്കിലും അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. ചെറിയ ചെറിയ ദോഷങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. വൻദോഷങ്ങൾ തൗബ കൊണ്ടാണ് പൊറുക്കപ്പെടുന്നത്, നമ്മൾ എപ്പോഴും സൂചിപ്പിക്കാറുള്ളതാണ്. അതല്ലാത്ത ചെറിയ ചെറിയ ഒട്ടേറെ ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ മണിക്കൂറുകളിലും പലപ്പോഴും സംഭവിക്കുന്നുണ്ടാകും. അതെന്തൊക്കെയെന്ന് അല്ലാഹുവിനാണ് അറിയുന്നത്. അങ്ങനെ വല്ലതും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ നമ്മുടെ ഈ ദിക്റുകളിലൂടെ പൊറുക്കപ്പെടുന്നതാണ്. അല്ലാഹു അത് പൊറുത്തു തരുന്നതാണ്. അതെത്ര അധികമുണ്ടെങ്കിലും, അത് സമുദ്രത്തിലെ നുരയോളമുണ്ടെങ്കിലും അല്ലാഹു പൊറുത്തു തരുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വളരെ പുണ്യമുള്ള സംഗതി. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. നിസ്കാരത്തിന്റെ ശേഷം പലപ്പോഴും ആളുകളുടെ മനസ്സിൽ പെട്ടെന്ന് എന്തെങ്കിലും തിരക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോകാനുള്ള ഒരു താൽപര്യം ഇബ്ലീസ് മനുഷ്യന്റെ മനസ്സിൽ കുത്തിവെക്കാറുണ്ട്. തിരക്കുള്ളവന് പോകാം, അതിൽ സംശയമില്ല. വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്തുൽ ജുമുഅയിൽ നമുക്ക് പറഞ്ഞു കാണാം, ഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ് വദ്കുറുല്ലാഹ കസീറാ എന്നൊക്കെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ. നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ തിരക്കുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇരിക്കൽ നിർബന്ധമില്ല. ഇരുന്നാലോ പുണ്യമുള്ള സംഗതിയാണ്. നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ നിന്നോ ഇരുന്നോ കിടന്നോ ഒക്കെ ദിക്റുകൾ കൊണ്ടുവരാവുന്നതാണ്. പക്ഷേ അതിന് പോലും സമയം മനസ്സിൽ കാണാതെ പെട്ടെന്ന് തിരക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ദിക്റുകളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ തെറ്റിച്ചു കളയാൻ ഇബ്ലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് നമ്മൾ ജാഗ്രതയിലുണ്ടാകണം. കാരണം അത് അല്ലാഹുവിന്റെ റസൂല് നമുക്ക് വിശദീകരിച്ചു തരുന്നുമുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിട്ടും ഈ ദിക്റുകളൊക്കെ എല്ലാവർക്കും അറിയാം. ഒരു നിസ്കാരത്തിന്റെ ശേഷം ചൊല്ലേണ്ടത് സുന്നത്താണ്, വളരെ പുണ്യമുള്ള സംഗതിയാണ് എന്ന് അറിയാവുന്നവർ തന്നെ
പലപ്പോഴും അത് ചെയ്യാതെ തിരക്കാണെന്ന് മനസ്സിൽ പെട്ടെന്ന് തോന്നിയിട്ട് എഴുന്നേറ്റ് പോകാറ് പതിവുണ്ട്, അല്ലെങ്കിൽ എഴുന്നേറ്റ് പോയിട്ടും അത് ചൊല്ലാതിരിക്കൽ പതിവുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നമ്മൾ ഇങ്ങനെ ചൊല്ലുമ്പോ അതാ ഗുഫിറത്ത് ഖതായാഹു വഇൻ കാനത് മിസ്ല ജബദിൽ ബഹരി, അത് സമുദ്രത്തിലെ നുരയോളവും പതയോളവും പാപങ്ങളുണ്ടെങ്കിലും അത് പൊറുക്കപ്പെടാൻ കാരണമായി തീരും.